അതേസമയം ഈ സ്വർണ്ണപ്പാളി വിഷയം നിയമസഭയിൽ വലിയ വിവാദമുണ്ടാക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന് പ്രതിഷേധം. നോട്ടീസ് നൽകാതെ എങ്ങനെ സഭ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് സ്പീക്കർ ചോദിക്കുന്നത്. സ്പീക്കറിന്റെ ഡയസിന് മുമ്പിലായിരുന്നു ഈ ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധം. ഈ പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ മന്ത്രി എം പി രാജേഷിന്റെ മറുപടിയാണ്. അതിലേക്ക് ധൈര്യമുള്ളൊരു ഗവൺമെന്റ്, അതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവാൻ പോലും ധൈര്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ചർച്ചയെ അഭിമുഖീകരിക്കാൻ തയ്യാറുള്ളൊരു ഗവൺമെന്റും ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പ്രതിപക്ഷവുമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 4 തവണയാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തത്. 6 ദിവസത്തിനുള്ളിൽ 4 തവണ. സർ, ഈ സർക്കാരിന്റെ ആത്മവിശ്വാസത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇന്ന് നോട്ടീസ് പോലും നൽകാതെ ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത്, അതും ചരിത്രത്തിൽ അത്യപൂർവമായ തരത്തിൽ ചോദ്യോത്തരവേള തന്നെ തടസ്സപ്പെടുത്തുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ഭീരുത്വത്തെയാണ് സർ കാണിക്കുന്നത്. സർ, 188 ദിവസം ഈ നിയമസഭ സമ്മേളിച്ചു. ഇതുവരെ ഈ സഭ നിലവിൽ വന്ന് 188 ദിവസം ഒരു നോട്ടീസ് പോലും അടിയന്തര പ്രമേയത്തിന് കൊടുക്കാതിരുന്നത് ആകെ 9 ദിവസം മാത്രമാണ്. ഇപ്പോഴിതാ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിൽ ഒരു നോട്ടീസെങ്കിലും കൊടുക്കാനുള്ള പാർലമെന്ററി മര്യാദ, സഭയോടുള്ള മര്യാദ ഇവർ കാണിക്കണ്ടേ? സാർ, ഇവർക്ക് ഭയമാണ്. നോട്ടീസ് കൊടുത്താൽ സർക്കാരെങ്ങാനും ചർച്ചയ്ക്കെടുത്താലോ അപ്പോ ചെമ്പ് വെളിച്ചത്താവും കള്ളി വെളിച്ചത്താവും എന്നതുകൊണ്ട് നോട്ടീസ് കൊടുക്കാൻ പോലും ധൈര്യമില്ലാത്തൊരു പ്രതിപക്ഷം. സാർ, ഇവർക്ക് വേണമെങ്കിൽ സബ്മിഷനായിട്ട് ഉന്നയിക്കാൻ ശ്രമിക്കാമായിരുന്നല്ലോ. എന്നിട്ട് അനുവദിക്കുന്നില്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നത് മനസ്സിലാക്കാം. ഒരു ശ്രമം, നടപടിക്രമം അനുസരിച്ചൊരു ശ്രമം നടത്താതെ നേരത്തെ തയ്യാറാക്കി വെച്ചൊരു ബാനറുമായി, നേരത്തെ ബാനറും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ്. ആ തിരക്കഥയുമായി വന്ന പ്രതിപക്ഷം ജനങ്ങളുടെ മുമ്പിൽ നഗ്നരാക്കപ്പെട്ടിരിക്കുകയാണ്. സർ, വസ്തുതകൾ പുറത്തു വരുമെന്ന ഭയമാണ് ഇവർക്കുള്ളത്. വസ്തുതകൾ പുറത്തു വരണമെന്നല്ല ഇവരാഗ്രഹിക്കുന്നത് പുകമറ നിലനിർത്തണം എന്നതാണ്. പുകമറ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഈ നാടകം ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, കേരളത്തിലെ സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും അവരെ കൈവിലങ്ങണിയിച്ച് തുറുങ്കലടച്ച ചരിത്രമാണ് സാർ ഈ സർക്കാരിനുള്ളത്. അത് ഇവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് സാർ, പ്രതിപക്ഷത്തിന്റെ ഈ നടപടി സഭയോടുള്ള ആദരവാണ്, ഇത് ചെയറിനോടുള്ള അനാദരവാണ്, കേരളത്തിലെ ജനങ്ങളോടും ജനാധിപത്യത്തോടുമുള്ള അനാദരവാണ് എന്ന് രേഖപ്പെടുത്താൻ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ബാനർ ഒന്ന് മാറ്റി പ്ലീസ്. അവിടെ പോയിരിക്കെ നിങ്ങൾ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താണ് അത് പറ. ഓൺ വാട്ട് ഗ്രൗണ്ട്? എന്ത് ഗ്രൗണ്ടിലാണ് ഡിസ്റപ്റ്റ് ചെയ്യുന്നത് അത് പറ. ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താ? നിങ്ങൾ എഴുതി തന്നോ? നിങ്ങൾ എഴുതി തന്ന നോട്ടീസ് നൽകിയോ? ഒരു നോട്ടീസ് നൽകിയിട്ടില്ല. നോട്ടീസ് നൽകിയോ? ഇല്ല. ഡിസ്റപ്ഷൻ ഗ്രൗണ്ട് പറ. ഈ സഭ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് പറ. സഭ ഡിസ്റപ്റ്റ് ചെയ്യാൻ ഗ്രൗണ്ട് പറ. നിങ്ങൾ ഒരു ഗ്രൗണ്ടും ഇല്ലാതെ ബഹളം ഉണ്ടാക്കരുത്. ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് പറ. ഈ സഭ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ട് നിങ്ങൾ പറ. അതെ, നിങ്ങൾ തന്നോ? ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല. ഒരു നോട്ടീസ് പോലും നൽകാതെ എങ്ങനെയാണ് ഡിസ്റപ്റ്റ് ചെയ്യാൻ? യെസ്, രാമചന്ദ്രൻ. യെസ് സാർ, സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭൂപ്രശ്നവും പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി. ഗ്രൗണ്ട് നിങ്ങൾ പറയൂ എന്നാണ് സ്പീക്കർ ചോദിക്കുന്നത്. എന്താണ് പ്രതിപക്ഷത്തിന്റെ നീക്കം? ഈ വിഷയം സജീവമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള എന്ത് ശ്രമമാണ് പ്രതിപക്ഷം? 50ഓളം വരുന്ന കുടുംബങ്ങളെ അവിടെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. കൃഷി വകുപ്പിന്റെ ജൈവ കർഷക ഉന്നതിക്കുള്ള പുരസ്കാരം നേടിയ കൃഷി ഉപജീവന മാർഗമാക്കിയിട്ടുള്ള ദിവിഷ്, എന്തായാലും നിയമസഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. വലിയ പ്രതിപക്ഷ ബഹളം ഇപ്പോഴും തുടരുന്നു. അതിനാൽ തന്നെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് സഭ പിരിയാനുള്ള തീരുമാനം അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ നിലയിൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തി ഒരു പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകാറില്ല. അടിയന്തര പ്രമേയമായി വിഷയം നോട്ടീസായി കൊടുക്കുക, അതിൽ നോട്ടീസിന് അവതരണാനുമതി നൽകിയില്ല എങ്കിൽ വീണ്ടും പ്രതിഷേധം ഉണ്ടാകുക എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ. പക്ഷേ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല. ചോദ്യോത്തരവേള തുടങ്ങും
മുൻപ് തന്നെ സ്പീക്കർ ചെയറിലേക്ക് വന്ന് ഇരുന്ന ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് ലോകത്താകമാനമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ വികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് വലിയ സ്വർണ്ണ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണം, മുൻ ദേവസ്വം മന്ത്രിക്കെതിരെ കേസെടുക്കണം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ കേസെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് തീരും മുൻപ് തന്നെ സ്പീക്കർ ചോദ്യോത്തരവേളയുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. പിന്നീട് പ്രതിപക്ഷ അംഗങ്ങൾ പ്ലക്കാർഡുകളും ബാനറുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങി. സ്പീക്കറുടെ മുഖം മറയ്ക്കും വിധമായിരുന്നു ബാനർ. അമ്പലം വിഴുങ്ങികൾ, സ്വർണ്ണക്കള്ളന്മാർ തുടങ്ങിയ വാചകങ്ങളായിരുന്നു ഈ ബാനറിലും പ്ലക്കാർഡിലും എല്ലാം ഉണ്ടായിരുന്നത്. തുടർന്ന് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ശ്രീ ധനമന്ത്രി സംസാരിക്കുന്നുണ്ടായിരുന്നു. ധനമന്ത്രി സംസാരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു കീഴ്വഴക്കം സഭയിലില്ല, പാർലമെന്ററി ചരിത്രത്തിൽ ഇല്ലാത്ത കീഴ്വഴക്കങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരരുത്, അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ മറന്നുപോയതുകൊണ്ടാണോ പ്രതിപക്ഷം ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കടന്നത് എന്ന് ചോദിച്ചു. എന്തായാലും ആ സമയത്തെല്ലാം പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയായിരുന്നു. സഭാ നടപടികൾ 6 മിനിറ്റ് മാത്രമാണ് നീണ്ടുനിന്നത്. പ്രശാന്ത് സഭാ നടപടികൾ പിന്നീട് നിർത്തിവെക്കേണ്ടി വന്നു. എന്തായാലും അതിനുശേഷം പിന്നീട് ശ്രദ്ധ ക്ഷണിക്കലിലേക്കാണ് കാര്യങ്ങൾ കടന്നത്. ശ്രദ്ധ ക്ഷണിക്കൽ ഇപ്പോഴും തുടരുകയാണ്. അതിന് ശ്രദ്ധ ക്ഷണിക്കലിൽ മറുപടി നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. സഭാ നടപടികൾ വേഗത്തിലാക്കുന്നു. അധികം വൈകാതെ തന്നെ നടപടികൾ പൂർത്തിയാക്കി സഭ പിരിയും. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് അടക്കം സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ദിവിഷ്. ശരി, എന്തായാലും സഭയിൽ ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. നോട്ടീസ് നൽകാതെ നിങ്ങൾ എന്തിനാണ് സഭയെ തടസ്സപ്പെടുത്തുന്നത് എന്നതാണ് സ്പീക്കർ ചോദിക്കുന്നത്. ഇപ്പോൾ മന്ത്രി കെ